ഹായ് ഹലോ വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 4. ഇന്ന് നമ്മൾ മിനിമൽ വെക്റ്റർ ഡിസൈൻ ആണ് ചെയ്തു നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഞാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. A4 സൈസ് സെയിം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള മെത്തേഡ്സിലാണ് പേജും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു ഷേപ്പ് വരയ്ക്കാണ്. ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുന്നു. പ്ലേസ് ആൻഡ് കളർ പിക്ക് ചെയ്യുന്നു. വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് സെയിം പ്രോസസ്സ് ചെയ്യാൻ ഒരു സ്ക്വയർ വരയ്ക്കുന്നു, കളർ പിക്ക് ചെയ്യുന്നു. ദെൻ സ്ക്വയറിന് ഇനി നമുക്ക് മാറ്റി പിടിക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനൊരു എലിപ്സ് ക്രിയേറ്റ് ചെയ്യാണ്. ടോപ്പ് സെൻറ്റർ, ഹൈഡ്രോപ്പർ ടൂൾ, കളർ പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്കിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ദീസ് ഒരു ഓറഞ്ച് റെഡ് ഈ കളേഴ്സിനോടാണ്. സോ നിങ്ങൾക്ക് വേറെ ബ്ലൂ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ബ്ലാക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ബട്ട് കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ഞാനിതിന് സ്ട്രോക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ദെൻ ഇനി സെയിം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അലൈൻ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലത്തെ റൗണ്ട് റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ച് തിക്നെസ് കൂട്ടി കൊടുക്കാം. ഇതിന് 1.5 ഓക്കെ ആയിരിക്കും. സെയിം നെക്സ്റ്റ് ഒരു ഷേപ്പും കൂടി ഇവിടെ ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് ഇനി ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് റൗണ്ട് റെക്റ്റാങ്കിൾ വേണമെങ്കിൽ റൗണ്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ എന്താണെങ്കിലും ഓക്കെയാണ്. വരച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ലൈക്ക് ദിസ്, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. സെലക്ഷൻ ടു റൊട്ടേറ്റ് ചെയ്യാം. യെസ്, എന്നിട്ട് ഇതൊന്ന് പുറത്തേക്ക് കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു എലിപ്സ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കളർ റിവേഴ്സ് കൊടുത്തു. ബട്ടൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൂട്ടുന്നുണ്ട്. ഇതൊന്ന് കുറച്ചും കൂടി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. സൈസ് കൂട്ടാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയത് ഇൻസൈഡിൽ ബ്ലൂ കളർ കൊടുത്തിട്ടാണ് ആ ഒരു ആ ഒരു ഫീല് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ മാത്രം കൊടുത്തിട്ട് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് ഇതുപോലെ കളർ ഫില്ല് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് എനിക്ക് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഈ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ കൊടുക്കുമ്പോൾ നോർമലി റെക്റ്റാങ്കിൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എഫക്ട്സ് യൂസ് ചെയ്യാം. ഞാൻ ഈ ഷേപ്പ് സെലക്ട് ചെയ്തു. ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് അപ്പിയറൻസിൽ വരാം. അപ്പിയറൻസിൽ ഒന്നും കൂടി ഫില്ല് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ഫില്ല് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ബ്ലാക്ക് താഴേക്കിടാം. റെഡ് മുകളിലും ബ്ലാക്ക് താഴെയുള്ള ഫില്ലിന് ബ്ലാക്ക് കൊടുത്താൽ മതി.
സോ ഞാൻ ഷേപ്പ് സെലക്ട് ചെയ്തു. എനിക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കുന്നതിനെക്കാട്ടും ഏറ്റവും കൂട്ടി എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഞാനിത് ഷേപ്പ് സെലക്ട് ചെയ്യുക, അപ്പിയറൻസിൽ വരാം. അപ്പിയറൻസിൽ വന്നിട്ട് ഇവിടെ ഫില്ല് ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ഏത് കളറാണോ ഫില്ല് ആഡ് ഓൺ ചെയ്തത് അതുണ്ടാവും. പ്ലസ് എനിക്ക് ഇനി ഒരു ബ്ലാക്ക് ഫില്ലും കൂടി ആഡ് ഓൺ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് പുതിയ ഫില്ല് ആഡ് ഓൺ ചെയ്യാൻ ഇവിടെ ആഡ് ന്യൂ ഫില്ല് കൊടുക്കുക. ആഡ് ന്യൂ ഫില്ല് കൊടുത്തിട്ട് മുകളിലുള്ള ഫില്ല് റെഡ് കളറും താഴെയുള്ള ഫില്ല് എനിക്ക് ബ്ലാക്ക് കളറിലും, അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ പകരം എനിക്ക് തോന്നുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ബെറ്റർ ആയിരിക്കും. ഞാനിവിടെ ഡാർക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട്. കൊടുത്ത് ഓക്കെ കൊടുത്ത് സോ ഞാൻ ഈ ഫില്ല് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഫില്ല് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ട്രാൻസ്ഫോം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ രണ്ടാമത്തെ ഫില്ലാണ് സെലക്ട് ചെയ്യേണ്ടത്, ആദ്യത്തെ ഫില്ല് സെലക്ട് ചെയ്യരുത്. അപ്പോൾ രണ്ടാമത്തെ ഫില്ല് സെലക്ട് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇനി ഇതിൽ നിങ്ങൾ കോപ്പീസിൻ്റെ ഇവിടെ ഒരു 20 കൊടുക്കുക. 20ൽ കൂടുതൽ ജസ്റ്റ് 20 ഓർ 25 എല്ലാം മതി. ഞാൻ ഇപ്പോൾ 25 കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഹൊറിസോണ്ടൽ 2 ആൻഡ് ഇവിടെ വേർട്ടിക്കൽ ഞാൻ എന്ത് ചെയ്യാം, -2 കൊടുത്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ പ്രിവ്യൂ കാണാൻ പറ്റും ലൈക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ള. എനിക്ക് തോന്നുന്നു -2 -1 ആക്കാം. ഓക്കെ, ഇത് ഓക്കെയാണ്. എനിക്ക് നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിത് ഓക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ആ എഫക്റ്റ് നമുക്ക് കിട്ടുക. ഇനി ഞാൻ ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെലക്ഷൻ പോട്ടി ഒന്ന് പ്രോപ്പർ അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഗ്രൂപ്പ് ചെയ്യാം, എന്നിട്ട് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിനി ടെക്സ്റ്റ് ആഡ് ഓൺ ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനിപ്പം ക്രിയേറ്റീവ് മോഡ്ന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺസ് നമ്മളെ ഡിസൈന് ബാലൻസ് ചെയ്യാനും അൺബാലൻസ് ആവാനൊക്കെ ഇതാവും. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോൺസ് ചൂസ് ചെയ്യുമ്പോൾ, ടൈപ്പ് ഫേസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യാം. സോ ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഇനി എനിക്ക് കുറച്ച് ബോൾഡായിട്ടുള്ള ടൈപ്പ് ഫേസ് ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ബോൾഡ് പ്ലസ് എനിക്ക് ഈ ഒരു സ്പേസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വിഡ്ത്തുള്ള ടൈപ്പ് ഫേസ് ആണ് എനിക്ക് വേണ്ടത്. സോ എനിക്ക് തോന്നുന്നു ക്ലാഷ് ഡിസ്പ്ലേ ഈസ് ഗുഡ് ടൈപ്പ് ഫേസ് ഫോർ ദിസ്. സെലക്ട് ചെയ്യാം. എനിക്ക് ബോൾഡായിട്ടുള്ള ഞാൻ ഒന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട്. സെമി ബോൾഡാക്കാം, ബോൾഡാക്കി വെക്കാം. സ്പേസിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഇവിടെ സെയിം ടൈപ്പ് പേജ് യൂസ് ചെയ്തിട്ട് ഓൺ ആൻഡ് ഓഫ്, അത് ബട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ ആൻഡ് ഓഫിൻ്റെ ഇത് വെച്ചാൽ ഇവിടെ കുറച്ചും കൂടി എൻഗേജിങ് ആവും. സെയിം ശ്രദ്ധിക്കുക, ഇതിൽ പറഞ്ഞ പോലെ തന്നെ കളർ കോൺട്രാസ്റ്റ് ഈ ബ്ലാക്കിനെക്കാട്ടി ഇതിൽ വർക്ക് ആവൽ വൈറ്റ് ആണ്. സോ ഇത് കണ്ടോ, ആ ഡിഫറൻസ് കണ്ടോ, ആ ബ്ലാക്കിൽ നിന്ന് വൈറ്റിലേക്ക് വന്നപ്പോൾ ഉള്ള ഡിഫറൻസ് കണ്ടോ. നമ്മളെപ്പോൾ എന്ത് ചെയ്യുമ്പോഴും കളർ കോൺട്രാസ്റ്റ് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതർവൈസ് നമ്മൾ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹുക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ കളേഴ്സാണ്. സോ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ കളർ കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് എലമെൻറ്റ്സ് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഒരിക്കലും സെയിം കോൺട്രാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ സെയിം ഷെയ്ഡുള്ള ബാക്ക്ഗ്രൗണ്ടും എലമെൻറ്റ്സും യൂസ് ചെയ്യരുത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഹൈലൈറ്റ് ആവില്ല. സോ ദിസ് ഇസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ഇതുപോലെ മൾട്ടിപ്പിൾ ഡിസൈൻസ് വെക്ടർ ബേസ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെംപ്ലേറ്റ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Join now, Kerala's #1 design school for a reason.